വാരിച്ചോറ, മേഘാലയയിലെ മറഞ്ഞിരിക്കുന്ന പറുദീസ. 2020 COVID-19 ലോക്ക്ഡൗൺ സമയത്താണ് അടുത്തിടെ കണ്ടെത്തപ്പെട്ട മേഘാലയയിലെ സൗത്ത് ഗാരോ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന വാരിച്ചോറ. അതിശയകരമായ ഒരു പ്രകൃതിദത്ത മലയിടുക്കും നദീതടവുമാണിത്. പ്രാദേശിക ഗാരോ ഭാഷയിൽ വാരിച്ചോറ എന്നത് ആഴമുള്ള നീളമുള്ള നദി എന്നാണ് അർത്ഥം. സ്ഫടികതുല്യമായ ഈ ജലം നേരിൽ കാണുവാൻ അതിമനോഹരം. കൊടും കാടുകൾ താണ്ടിയാണ് ഇവിടെ എത്തേണ്ടത്. കുത്തനെയുള്ള വഴികൾ, കല്ലുകൾ, മരത്തടികൾ, ചെങ്കുത്തായ പടികൾ എന്നിവ കടന്നുള്ള യാത്രയായതിനാൽ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ എത്തുവാൻ കഴിയൂ. ദുഷ്കരമായ ഭൂപ്രദേശമായതിനാൽ അമിതവണ്ണമുള്ളവർക്ക് എത്തപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. തലമുറകളായി തദ്ദേശവാസികൾക്ക് അറിയാമായിരുന്നുവെങ്കിലും ഏകദേശം 2020 വരെ ടൂറിസം രംഗത്ത് നിന്ന് മറഞ്ഞു കിടന്നിരുന്നു വാരിച്ചോറ. പിന്നീട് സഞ്ചാരികൾ എത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ ഈ മനോഹരമായ പറുദീസയെ പുറം ലോകം അറിയുകയും ചെയ്തു. ഏകദേശം 45 അടി ആഴവും 1 കിലോമീറ്റർ നീളവുമുള്ള മലയിടുക്കുകളുള്ള ഒരു യഥാർത്ഥ മറഞ്ഞിരിക്കുന്ന രത്നമാണ് വാരിച്ചോറ. ദൂരങ്ങൾ താണ്ടി നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ തിരികെ വരാൻ തോന്നാത്തത്ര മനോഹരമായ അനുഭവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും പുതിയ ഈ യാത്രാ അനുഭവങ്ങൾ കാണുക. ഈ കാണുന്ന മനോഹരമായ കാട്ടിനുള്ളിലാണ് വാരിച്ചോറ. ഇവിടെ നല്ല ഓർഗാനിക് പൈനാപ്പിൾ കിട്ടും. അതുകൊണ്ട് ദീർഘദൂരമായതിനാൽ ഞങ്ങൾ കുറേ പൈനാപ്പിളുകൾ വാങ്ങി. ഈ കേൾക്കുന്നത് ഇവരുടെ ലോക്കൽ ഭാഷയായ ഗാരോ ആണ്. പിന്നെ മേഘാലയയിലെ ഒരു വിശിഷ്ട വിഭവമായ വറ്റൽ മുളകിൽ വറുത്ത പട്ടിയിറച്ചി വാങ്ങാൻ ഞങ്ങൾ ഒരു കടയിൽ കയറി. ആദ്യം വിചാരിച്ചത് വാളംപുളിയാണെന്ന്, പക്ഷേ ഇത് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ ഒരു പ്രത്യേകം തയ്യാറാക്കുന്ന പട്ടിയിറച്ചിയാണ്. പട്ടിയിറച്ചി എനിക്ക് വേണ്ട. നാളെ ഫ്രൈ ആകാൻ പോകുന്ന പാവം ഒരു പട്ടിയാണ് ഇപ്പോൾ ഒന്ന് തല കാണിക്കുന്നത്. വറ്റൽമുളകിട്ട് ഫ്രൈ ചെയ്ത പട്ടിയിറച്ചിയുടെ കഴിക്കാൻ പറ്റിയ സാധനമാണ് വറ്റിച്ച ചോറ്. അതും ഞങ്ങൾ വാങ്ങി. ഒരുപാട് ഇനി യാത്ര ചെയ്ത് വേണം ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ. അതുകൊണ്ട് കൈതച്ചക്കയും നല്ല വറുത്ത പട്ടിയിറച്ചിയുമായി ഞങ്ങൾ യാത്ര തുടർന്നു. ഓഫ് റോഡ് റൈഡ്, കാട്, മലകൾ ഇവയെല്ലാം കടന്ന് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നതിനാൽ ധാരാളം വെള്ളവും ആഹാരവും കരുതിയേ മതിയാകും. ഇതുപോലെയുള്ള വളരെ ദുർഘടമായ വഴികളിലൂടെ കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്യണം വാരിച്ചോറയിലെത്തുവാൻ. വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം കാട്ടിലൂടെ കുത്തനെയുള്ള ഇറക്കത്തിലൂടെ നടക്കുകയാണ് ഞങ്ങൾ. കാട്ടിലൂടെ നടന്നതിന് ശേഷം ഇതുപോലെയുള്ള ഏകദേശം 300 സ്റ്റെപ്പുകൾ താണ്ടിയാണ് നമ്മൾ താഴെ എത്തുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പൊതുജനങ്ങൾക്ക് ഈ വാരിച്ചോറയെ പറ്റിയുള്ള അറിവ് ലഭിച്ചത്. അതുകൊണ്ട് ഇവിടെ വരാനുള്ള മാർഗ്ഗങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം റാഫ്റ്റിംഗ് ചെയ്യുമ്പോഴുള്ള ഈ സീനറി വർണ്ണിക്കുന്നതിനപ്പുറമാണ്. ഇത് നമ്മുടെ കൊക്കനക്കല്ല് കേട്ടോ ബാംഗ്ലൂരിലെ പോയിട്ടുണ്ടോ? അതേപോലെ തന്നെയാണ് കൊക്കനക്കല്ല്. പക്ഷെ ഭയങ്കര വാട്ടർ ഫോൾസ് അത് വേറെ പേടിയത് വെള്ളം പോയി പോയിട്ടുണ്ടോ? അവിടെ ഭയങ്കര രസമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ വരെ ഇറങ്ങി വന്നത്. ഞങ്ങളുടെ കൂടെ വന്ന പലർക്കും കുത്തനെയുടെ ഇറക്കം കാരണം ഇവിടെ എത്തപ്പെടുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ത്യയിൽ ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് അതിശയിക്കത്തക്ക രീതിയിൽ വളരെ മനോഹരമായിരുന്നു ഇതിലൂടെയുള്ള റാഫ്റ്റിംഗ്.
എടുത്ത് എന്നെ എടുത്തോ, എന്നെ ഒന്ന് എടുക്കപ്പാ. ഏകദേശം 45 അടി ആഴം ഈ ഏരിയയിലുണ്ട്. എന്നാൽ ഇതുവരെയും യാതൊരു അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുമ്പേ കയറി കണ്ടായിരുന്നോ? ഗാരോ ഭാഷ സംസാരിക്കുന്ന ലോക്കൽ ആൾക്കാരാണ് ഈ പ്രദേശം കൈയടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വെളിയിലുള്ള മറ്റൊരു കമ്പനിക്കാരെ ഇവിടെ ഇല്ല, അവർക്കിവിടെ അനുവാദമില്ല. നമ്മൾ ഇവർക്ക് പൈസ കൊടുത്തിട്ടാണ് റാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. മാത്രമല്ല എത്തിച്ചേർന്നാൽ തന്നെയും ഇവരോട് സംസാരിക്കുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചിലർക്ക് മാത്രമേ ഹിന്ദി അറിയുകയുള്ളൂ. അതുകൊണ്ട് ഗാരോ ഭാഷ സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇവിടെ എത്തുവാൻ കഴിയുള്ളൂ. വേറെ രാജ്യത്ത് പോലും ഉണ്ടല്ലേ? क्या कर रहे? ഏകദേശം 50 അടി പൊക്കമുണ്ട് ഈ പാറക്കെട്ടുകൾക്ക്. ഇതിനിടയിലുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ 1 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേഘാലയ കേരളം പോലെ തന്നെയാണ്. ധാരാളം കാടുകളും മലകളും പുഴകളുമുള്ള സ്ഥലമാണ്. ഏകദേശം 8000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വലിയ ഒരു കാടിൻ്റെ നടുവിലാണ് ഈ വാരിച്ചോറ സ്ഥിതി ചെയ്യുന്നത്. വാരിച്ചോറയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വമ്പൻ പാറക്കെട്ടുകളിലൂടെ സൂര്യകിരണങ്ങൾ അടിച്ചു കയറുന്നത് കാണുവാൻ വളരെ മനോഹരമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാരിച്ചോറയിൽ വന്ന് ഈ പ്രദേശം ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. ഷില്ലോങ്ങിൽ നിന്നും ഏകദേശം 7 മണിക്കൂർ യാത്ര ചെയ്താൽ വാരിച്ചോറയിലെത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ അനേകം വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.